ഒരു ബിസിനസിന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ നമ്മുടെ പ്രൈമറി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലാതെ തന്നെ ഒരുപാട് ടൂൾസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ്സ് നോക്കുമ്പോൾ ഇതിൽ തന്നെ നമുക്കൊരു 3 പാർട്ടായിട്ട് തിരിക്കാം. അതായത് ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. ഇതിന് ഈ പാർട്ടിനെയും നമുക്ക് നമ്മുടെ റവന്യൂ വെച്ചിട്ട് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റും റവന്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും നമ്മൾ എത്രത്തോളം ഡയറക്റ്റ് കോസ്റ്റിൽ എഫിഷ്യൻ്റായി മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് റൺ ചെയ്യാനുള്ള പ്രോഫിറ്റ്, നമ്മുടെ ഇൻട്രസ്റ്റും ടാക്സിനും മുമ്പ് വരുന്ന പ്രോഫിറ്റാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മുടെ ബിസിനസ് എത്രത്തോളം എഫിഷ്യൻ്റായി റൺ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോട്ടം ലൈനാണ്. ഒരു ബിസിനസ്സിന് എല്ലാ ചെലവും കഴിഞ്ഞിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് മാർജിനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ഓരോ എലമെന്റും നമുക്ക് എന്ത് ചെയ്യും, ഡ്രിൽ ഡൗൺ ചെയ്തിട്ട് പ്രോഫിറ്റുമായിട്ടും റവന്യൂ ആയിട്ടും കമ്പയർ ചെയ്യാം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റിസീവബിൾസും ഇൻവെന്ററിയുടെ ലെവൽസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇത് ഹൈ ലെവൽസ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇത് ക്യാഷ് ഫ്ലോയുടെ എഫിഷ്യൻസി നമുക്ക് നല്ല കുറവാണ്. അതുപോലെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഒന്നും കൂടി എഫിഷ്യൻ്റായി മാനേജ് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് നോക്കാനുള്ളതാണ് നമ്മുടെ സെഗ്മെന്റ് വൈസ് പ്രോഫിറ്റ്. അതായത് ഒരു പ്രോഡക്റ്റ് ലൈൻ പ്രോഫിറ്റബിലിറ്റി, കസ്റ്റമർ വൈസ് പ്രോഫിറ്റബിലിറ്റി, ഇതൊക്കെ നോക്കുക. ഇതിലൂടെ നമുക്ക് ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് നോൺ ഫൈനാൻഷ്യൽ ഫാക്ടേഴ്സ്. അതായത് ഒരു എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി, എത്രത്തോളം ഒരു എംപ്ലോയി എഫിഷ്യൻ്റ് ആണ്, ഒരു എംപ്ലോയിയുടെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കുക. ഇത് നോക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി അനലൈസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എംപ്ലോയി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു അസറ്റ് ആണ്. ഇതിന്റെ എഫിഷ്യൻസി അനലൈസ് ചെയ്യുന്നതോടുകൂടി നമ്മൾ അതിന്റെ ഇൻപുട്ടും കൂടി അതുപോലെ തന്നെ കൊടുക്കണം. ഒരു എംപ്ലോയിനെ സസ്റ്റെയിൻ ചെയ്യുന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. പിന്നെ നമുക്ക് നമ്മുടെ റവന്യൂന്റെ ട്രെൻഡ് നോക്കുക, ബെഞ്ച് മാർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി ആവറേജ് നോക്കിയിട്ട് നമ്മുടെ ബിസിനസ്സുമായിട്ട് എന്ത് ചെയ്യാം, ബെഞ്ച് മാർക്ക് ചെയ്ത് നോക്കുക. ഇതൊക്കെ നല്ലൊരു ERP സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള റിപ്പോർട്ട്സ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്.